നമസ്കാരം. പി കെ മീഡിയയുടെ ലൈഫ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. വളരെയേറെ പരിചയമുള്ള എന്നാൽ ആഴമായ അറിവില്ലാത്ത, നമ്മുടെ നാട്ടിലധികം കൃഷി ചെയ്യാത്ത ഒരു സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ കൂടുതലായിട്ട് പരിചയപ്പെടുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. പാപ്പിലിയോണസി സസ്യകുടുംബത്തിൽപ്പെട്ട ഉലുവ ആണ് ഇന്നത്തെ വിഷയം. ഭക്ഷണ വിഭവങ്ങൾക്ക് സ്വാദും മണവും നൽകുന്നതിനും ആയുർവേദ ഔഷധ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമാണ് ഉലുവ. ജീരകം, ഉലുവ, കടുക്, ഉഴുന്ന്, എള്ള് ഇവയ്ക്ക് ബീജചതുഷ്ടയം എന്നാണ് പറയുന്നത്. പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ട്രൈഗോനെല്ല ഫീനം ഗ്രീക്കം എന്നുള്ളതാണ്. മലയാളത്തിൽ ഇതിനെ ഉലുവ എന്നും വെന്തയം എന്നും പറയാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ ഫെനുഗ്രീക്ക് എന്നാണ് പറയുന്നത്. സംസ്കൃതത്തിൽ ഇതിനെ മേഥി, മേധിക, ഗന്ധഫല, വല്ലരി, കുഞ്ചിക, ലഘുപത്രിക, ബഹുബീജ, ദീപന എന്നൊക്കെ വിളിക്കാറുണ്ട്. ഹിന്ദിയിലിനെ മേഥി എന്നാണ് പറയുക. കന്നഡ ഭാഷയിലിനെ മെന്ത്രെ എന്നാണ് പറയുന്നത്. തെലുങ്ക് ഭാഷയിൽ ഇതിനെ മേണ്ടുലു എന്നും മേന്തുലു എന്നും പറയാറുണ്ട്. തമിഴിലിനെ വെന്തയം എന്നും മേതി എന്നും പറയാറുണ്ട്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഇന്ത്യയിലും ഉത്തര ആഫ്രിക്കൻ രാജ്യങ്ങളിലുമാണ് ഉലുവ കൃഷി ചെയ്യുന്നത്. ലോകത്തെ ഏറ്റവും അധികം ഉലുവ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിലെ രാജസ്ഥാനാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. കൂടാതെ ഇന്ത്യയിലെ കാശ്മീർ, പഞ്ചാബ്, മഹാരാഷ്ട്ര, തമിഴ്നാട്, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ഉത്തരാഞ്ചൽ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഉലുവ കൃഷി ചെയ്യുന്നുണ്ട്. രൂപവരണം നോക്കാം. ഉലുവ ഒരു വാർഷിക വിളയാണ്. ഏകദേശം 60 സെൻറ്റിമീറ്റർ വരെ പൊക്കത്തിൽ വളരുന്നു. നേർത്ത തണ്ടും 3 ഇതളുമുള്ള ചെറിയ ഇലകളുമാണ് ഉലുവച്ചെടിക്കുള്ളത്. ഇലകൾ ഏകാന്തരക്രമത്തിൽ വിന്യസിച്ചിരിക്കുകയാണ്. പൂക്കൾ ചെറുതും മഞ്ഞ നിറത്തിലോ അല്ലെങ്കിൽ മങ്ങിയ വെള്ള നിറത്തിലോ കാണപ്പെടാറുണ്ട്. വിത്തുകൾ നീളത്തിലുള്ള കായ്കളിൽ ഉണ്ടാകുന്നു. പോടെന്ന് പറയും. ഒരു കായിൽ ഏകദേശം 10 മുതൽ 20 വരെ വിത്തുകളുണ്ടാകും. പാകമായ വിത്തുകൾക്ക് ബ്രൗൺ നിറമായിരിക്കും. ഇനങ്ങളെ നോക്കാം. വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടിൻപുറങ്ങളിൽ 2 തരത്തിലുള്ള ഉലുവ ചെടികളുണ്ട്: കുറിയതും നീണ്ടതും. കുറിയ ഇനമാണ് പാചകത്തിന് ഉപയോഗിക്കുന്നത്. നീളം കൂടിയ ഇനം കന്നുകാലി തീറ്റയായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. ഉലുവയ്ക്ക് വെന്തയം എന്നൊരു പേരുണ്ട്. കാട്ടിലുണ്ടാകുന്ന ഒരിനം കാട്ടുവെന്തയം എന്നൊരു ഔഷധമുണ്ട്. നമ്മുടെ നാട്ടിലെ വനവാസികൾ, കാണിക്കാർ ഇത് ഔഷധമായി ഉപയോഗിക്കാറുണ്ട്. വനമേധി അഥവാ കാട്ടുലുവ എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു തരം ഉലുവ കൂടിയുണ്ട്. അത് വയർ സംബന്ധമായ രോഗങ്ങൾക്ക് ഔഷധമായി ഉപയോഗിക്കാറുണ്ട്. കുതിരകൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ് കാട്ടുലുവ. പൊതു ഉപയോഗങ്ങളെ നോക്കാം. ഉലുവയുടെ ഇലയും കറികൾക്ക് ഉപയോഗിക്കാറുണ്ട്. ഉത്തരേന്ത്യക്കാരുടെ പ്രധാന ഭക്ഷണ ചേരുവകളിലൊന്നാണ് ഉലുവയില. ഉലുവ മുളപ്പിച്ചുണ്ടാകുന്ന ഇളം തൈയുടെ ഇലകൾ കിച്ചടി, സാലഡ്, ഉരുളക്കിഴങ്ങ് കറി, സാമ്പാർ, രസം തുടങ്ങിയവയിലൊക്കെ ധാരാളമായിട്ട് ഉപയോഗിച്ചു വരാറുണ്ട്. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പോൾ ഉലുവയില കൂടെ അരച്ച് ചേർക്കാറുണ്ട്. മുളപ്പിച്ച ഉലുവ ചേർത്ത് ബജ്ജി ഉണ്ടാക്കാറുണ്ട്. തണുപ്പ് കാലത്ത് ഈ ബജ്ജി കഴിക്കുമ്പോൾ ഒരു ചൂട് അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് തണുപ്പ് പ്രദേശങ്ങളിൽ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട്. കായ്ക്കാത്ത ഫലവൃക്ഷങ്ങൾക്ക് ഉലുവ വെച്ചൊരു പ്രയോഗമുണ്ട്. അതിന് തടമെടുത്ത് 1 കിലോ ഉലുവ 10 ലിറ്റർ വെള്ളത്തിൽ വേവിച്ച് ഒരു രാത്രി വെച്ചിരുന്ന് രാവിലെ ആ വെള്ളം ഊറ്റി തടത്തിലൊഴിക്കുക. പിറ്റേ ദിവസം അതേ ഉലുവ തന്നെ 5 ലിറ്റർ വെള്ളത്തിൽ വെന്ത് രാത്രി വെച്ചിരുന്ന് 3-ാം ദിവസം രാവിലെ വെള്ളം ഊറ്റി തടത്തിലൊഴിക്കുക. പിറ്റേ ദിവസം 2 ലിറ്റർ വെള്ളത്തിൽ വെന്ത് രാത്രി വെച്ചിരുന്ന് 6-ാം ദിവസം രാവിലെ ഉലുവ അടക്കം തടത്തിലൊഴിച്ച് പച്ചിലയിട്ട് മൂടുക. അടുത്ത വർഷം നല്ല കായ്ഫലം ഉണ്ടാകുന്നതാണ്. വയനാട്ടിൽ ഉലുവയും പേപ്പറും കൂടി കുതിർത്തി അരച്ച് കൊട്ട ഉണ്ടാക്കുന്നൊരു പണിയുണ്ട്. വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. മാന്ത്രിക വിധിയിൽ കാട്ടുമുയലിൻ്റെ ചോരയിൽ ഉലുവ അരച്ച് രക്തചന്ദനവും കൂട്ടി കക്ക നീറ്റിയ ഭസ്മം കലർത്തി വശ്യമന്ത്രപ്രയോഗത്തിന് ഉപയോഗിക്കാറുണ്ട്. ചില ക്ഷുദ്ര മന്ത്രപ്രയോഗത്തിലും ഉലുവ ഉപയോഗിക്കാറുണ്ട്. രാസഘടകങ്ങളെ നോക്കാം. ജീവകം സി, ജീവകം എ, ജീവകം കെ, ഫോളിക് ആസിഡ്, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്,
അയൺ, സോഡിയം, മാംഗനീസ്, സെലനിയം എന്നിവയൊക്കെ ഉലുവയിലുണ്ട്. ഉലുവയിൽ 16% പ്രോട്ടീനുണ്ട്. ഈ പ്രോട്ടീനിൽ ഗ്ലോബുലിനിൻ, ഹിസ്റ്റാഡിൻ എന്നീ രാസഘടകങ്ങളും ഫോസ്ഫറസും സൾഫറും അടങ്ങിയിട്ടുണ്ട്. ഈ പ്രോട്ടീനിൽ 45% കാർബോഹൈഡ്രേറ്റും 5% കൊഴുപ്പും 3% ലവണങ്ങളുമുണ്ട്. ഉലുവയിലെ പ്രോട്ടീന് പാലിലെ പ്രോട്ടീനുമായി സാദൃശ്യമുണ്ട്. ട്രിഗോനെല്ലിൻ, കോളിൻ തുടങ്ങിയ ആൽക്കലോയിഡുകൾ ഈ പ്രോട്ടീനിൽ അടങ്ങിയിട്ടുണ്ട്. വിത്തിൽ നിന്ന് സുഗന്ധമുള്ള ക്വെർസെറ്റിൻ, ഇൻഡിയോലിൻ എന്നീ 2 ഗ്ലൂക്കോസൈഡുകളും സ്റ്റിറോയിഡ് സ്വഭാവമുള്ള സാപ്പോണിനും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഉലുവയിൽ ഡൈസോജനിൻ, ഫ്ലേവനുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഔഷധ മൂല്യത്തെ നോക്കാം. രക്തത്തിലെ പ്രമേഹം, കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് എന്നിവയുടെ അളവ് കുറയ്ക്കാൻ ഉലുവ സഹായകരമാണ്. രക്താതിസാരം, അഗ്നിമാന്ദ്യം, മഹോദരം, വാതം, കഫരോഗങ്ങൾ, ദോഷങ്ങൾ, ഛർദി, കൃമിശല്യം, അർശസ്, ചുമ, വിളർച്ച, ദഹനക്കുറവ്, മലബന്ധം, പനി, തൊണ്ടവേദന, സർവാംഗ സന്താപം അല്ലെങ്കിൽ ദേഹം പുകച്ചിൽ, വാദം തുടങ്ങിയ അസുഖങ്ങൾക്കെല്ലാം മരുന്നായി ഉലുവ ഉപയോഗിക്കാറുണ്ട്. ഉലുവയിലടങ്ങിയ സാപ്പോണിൻസ് എന്ന രാസവസ്തു പുരുഷ ലൈംഗിക ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നുവെന്ന് ഓസ്ട്രേലിയയിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഉലുവ വാതത്തെ ശമിപ്പിക്കുന്നതാണ്, അന്തസ്രാവങ്ങളെ ഉത്തേജിപ്പിക്കുന്നതാണ്, ഹൃദയത്തിൻ്റെ സങ്കോച വികാസ ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനാൽ മൂത്രളമായും ശമനമായും ഒക്കെ വരാറുണ്ട്. മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതാണ്, ശരീരഭാരം കൂട്ടുന്നതാണ്, മുലയൂട്ടുന്ന അമ്മമാരിൽ മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതാണ്, ഗർഭപാത്രത്തിൻ്റെ സങ്കോചത്തെ ഉദ്ദീപിപ്പിക്കുന്നതാണ്, പ്രസവവേദന കുറയ്ക്കുന്നതാണ്. സാപ്പോനിൻ, മ്യൂസിലേജ് തുടങ്ങിയ നാരുകൾ അടങ്ങിയതിനാൽ ഭക്ഷണത്തിലെ വിഷഹാരികളെ പുറന്തള്ളുവാൻ ഉലുവ സഹായിക്കുന്നു. മലാശയ അർബുദം തടയുന്നു. മുഖക്കുരു, ബ്ലാക്ക് ഹെഡ്സ്, മുഖത്തെ പാടുകൾ എന്നിവ തടയാൻ ഉപയോഗിക്കുന്ന ഫേസ് പാക്കുകളിൽ ഉലുവ ഒരു പ്രധാന കൂട്ടാണ്. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. 1. ഭക്ഷണത്തോടൊപ്പം 25 ഗ്രാം ഉലുവ സേവിക്കുന്നത് പ്രമേഹ രോഗത്തെ ഇല്ലായ്മ ചെയ്യുമെന്നാണ് ഹൈദരാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻസിൻ്റെ നിഗമനം. 2. പ്രസവശേഷം മുലപ്പാൽ വർദ്ധിക്കുന്നതിന് അരിയോടൊപ്പം ഉലുവയും ചേർത്ത് കഞ്ഞിയുണ്ടാക്കി കുടിച്ചാൽ നല്ലതാണ്. 3. ഉലുവ വറുത്ത് പൊടിച്ച് പഞ്ചസാരയും ചേർത്ത് കഴിച്ചാൽ ധാതുപുഷ്ടി ഉണ്ടാകുന്നതാണ്. 4. ശരീരത്തിനുണ്ടാകുന്ന ദുർഗന്ധം മാറുന്നതിന് ഉലുവ പതിവായി അരച്ച് ദേഹത്ത് പുരട്ടി കുളിച്ചാൽ രോമകൂപങ്ങൾ തുറക്കുകയും അവിടെ ഉണ്ടാകുന്ന അണുബാധകൾ ഇല്ലാതാകുകയും തന്മൂലം ദേഹദുർഗന്ധം ശമിക്കുകയും ചെയ്യുന്നതാണ്. 5. 25 ഗ്രാം ഉലുവയും 6 ഗ്രാം ചുക്കും കൂടി പൊടിച്ച് പകുതി രാവിലെയും പകുതി വൈകിട്ടും സേവിക്കുക. അങ്ങനെ 15 ദിവസം സേവിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ക്രമത്തിലാവും. 15 ദിവസത്തിൽ കൂടുതൽ തുടർച്ചയായിട്ട് ഉപയോഗിക്കരുത്. 6. ഉലുവ അരച്ച് തലയിൽ തേച്ച് കഴിഞ്ഞാൽ ഈരും പേനും അഴുക്കുമൊക്കെ പോകുന്നതാണ്. 7. ഉലുവ അരച്ച് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ മുഖകാന്തി വർദ്ധിക്കുന്നതാണ്. 8. തുളസിയില ഉണക്കി പൊടിച്ചത് 10 ഗ്രാം, ഉലുവ പൊടിച്ചത് 30 ഗ്രാം, ഗോതമ്പ് പൊടിച്ചത് 20 ഗ്രാം ഇവ യോജിപ്പിച്ച് വെച്ചിരുന്ന് കാപ്പി ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പ്രമേഹവും രക്താതിമർദ്ദവും വിട്ടുമാറാത്ത ജലദോഷവും ശമിക്കുന്നതാണ്. 9. ഒരു ദിവസം 1 സ്പൂൺ ഉലുവ വീതം കുറച്ചുനാൾ കഴിക്കുന്നത് ശ്വാസകോശത്തിൽ നിറഞ്ഞിരിക്കുന്ന കഫത്തെ അകറ്റി ശ്വാസകോശത്തെ ക്രമീകരിക്കുന്നതാണ്. 10. തലേ ദിവസം 30 ഗ്രാം ഉലുവ വെള്ളത്തിലിട്ട് വയ്ക്കുക. പിറ്റേ ദിവസം ആ വെള്ളത്തിൽ തന്നെ അത് അരച്ച് വെറും വയറ്റിൽ കഴിച്ചാൽ പ്രമേഹം ശമിക്കുന്നതാണ്. 11. ഉലുവ പാലിൽ പുഴുങ്ങുകയോ കഷായം വയ്ക്കുകയോ ചെയ്തതിൽ കൽക്കണ്ടം ചേർത്ത് കഴിച്ചാൽ ലൈംഗിക ശേഷി വർദ്ധിക്കുകയും ശീഘ്രസ്ഖലനം ശമിക്കുകയും ചെയ്യും. 12. പ്രസവശേഷം ഉണ്ടാകുന്ന ശരീരവേദന, ഉദരവേദന ഇവ മാറ്റാനും ഗർഭാശയം ശുദ്ധമാക്കാനും മുലപ്പാലും ശരീരശക്തിയും വർദ്ധിപ്പിക്കാനും ഉലുവ വേവിച്ച് അതിൽ കരിപ്പട്ടിയും നെയ്യും തേങ്ങാപ്പാലും ചേർത്ത്
ലേഹ്യപാകത്തിലാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. 13 ഉലുവ വറുത്തുപൊടിച്ച് അതിൽ ഗോതമ്പ് മാവ്, ബദാം പരിപ്പ്, മുന്തിരിങ്ങ, ശർക്കര ഇവ ചേർത്ത് മോദകമുണ്ടാക്കി കൊടുക്കുന്നത് പ്രസവരക്ഷയ്ക്ക് നല്ലതാണ്. 14 ഉലുവ വറുത്തുപൊടിച്ച് വെള്ളത്തിലിട്ട് ചൂടാക്കി അല്പം ശർക്കരയും ചേർത്ത് കുടിച്ചാൽ വയറിലുണ്ടാകുന്ന നീർവീഴ്ചയും മൂത്രതടസ്സവും മാറിക്കിട്ടുന്നതാണ്. 15 രക്തവാതമുള്ളവർ, റൊമാറ്റിക് ഗൗട്ടെന്ന് പറയും, അതുള്ളവർ 5% ഉലുവ വീതം രാത്രി വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ കഴിക്കുന്നത് നല്ലതാണ്. 16 ത്വക്കിന് മാർദ്ദവും ഭംഗിയും കിട്ടുന്നതിന് ഉലുവ അരച്ച് തേക്കുന്നത് നല്ലതാണ്. ശരീരത്തിലുണ്ടാകുന്ന ചുട്ടുനീറ്റൽ ശമിക്കുന്നതിനും ഇത് നല്ലതാണ്. 17 തൈറോയിഡ് രോഗങ്ങൾ കുറയ്ക്കാൻ കുതിർത്ത ഉലുവ അല്പം ചെറുനാരങ്ങ നീര് ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. 18 ഭക്ഷണത്തിന് മുമ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത ഉലുവ 1 സ്പൂൺ കഴിക്കുന്നത് നെഞ്ചരിച്ചിൽ തടയുന്നതാണ്. 19 കുറച്ച് സമയം വെള്ളത്തിലിട്ട് കുതിർത്ത ഉലുവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ അസിഡിറ്റി ഒഴിവാക്കാൻ പറ്റും. 20 1 ടീസ്പൂൺ നാരങ്ങ, തേൻ എന്നിവയോടൊപ്പം ഉലുവ കഴിക്കുന്നത് പനി, ചുമ, തൊണ്ടവേദന ഇവ കുറയ്ക്കുന്നതാണ്. 21 ഒരു രാത്രി വെളിച്ചെണ്ണയിൽ കുതിർത്ത ഉലുവ വേവിച്ചരച്ച് തലയിൽ തേക്കുന്നത് തലമുടിക്ക് തിളക്കവും കറുപ്പും ലഭിക്കാൻ നല്ലതാണ്. മുടി കൊഴിച്ചിൽ തടയുന്നതാണ്. താരനെ അകറ്റാനും സഹായിക്കുന്നതാണ്. 22 ഉലുവ വെള്ളം ചേർത്ത് അരച്ച് കുഴമ്പ് പരുവത്തിലാക്കി പുരട്ടുന്നത് തൊലിയിലെ പാടുകൾ, സൂര്യാഘാതത്തിലേറ്റ പൊള്ളലുകൾ, കരപ്പൻ എന്നിവ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്നതാണ്. 23 രാത്രി വെള്ളത്തിൽ കുതിർത്താനിട്ട ഉലുവ രാവിലെ എടുത്ത് അരച്ച് കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കുക. ശേഷം അത് മുടിയിൽ തേച്ച് പിടിപ്പിക്കുക. 10-15 മിനിറ്റ് ശേഷം ചെറുപയർ പൊടി തേച്ച് തല കഴുകണം. നല്ല കറുപ്പ് നിറം ഉണ്ടാകും. ഇത് പതിവായി ചെയ്താൽ മുടി കൊഴിച്ചിൽ തടയാനും പറ്റും. 24 ഉലുവ വറുത്ത് വെള്ളമൊഴിച്ച് തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ആർത്തവ സമയത്തെ വേദന ശമിക്കുന്നതാണ്. 25 കരിങ്ങാലിക്കാതിലും വേങ്ങാക്കാതിലും കഷായം വെച്ച് അതിലരിയും ചെറുപയറും വറുത്തിട്ട് കഞ്ഞി വെച്ച് ഉലുവ, ജീരകം, ചുക്ക്, ഏലത്തരി, മഞ്ഞൾ എന്നിവ പൊടിച്ചതും തേങ്ങാപ്പാലും ചേർത്ത് വെച്ച കഞ്ഞി അത്താഴത്തിന് ഉപയോഗിക്കുക. ദുർമേധസ്സും കഫവും ശമിക്കുന്നതാണ്. ഉലുവയും മൈലാഞ്ചിയും കൂടി അരച്ചു പുരട്ടിയാൽ കാൽ വിണ്ടുകീറുന്നത് ശമിക്കുന്നതാണ്. 27 ജീരകം, പെരുംജീരകം, കരിഞ്ജീരകം, ജാതിക്ക ഇവ 3 കഴഞ്ച് വീതം, കാട്ടുജീരകം, കരിവേലമ്പട്ട ഇവ 6 കഴഞ്ച് വീതം, ഉലുവ 4 കഴഞ്ച്, കൊത്തമല്ലി 8 കഴഞ്ച്, ജാതിപത്രി 2 കഴഞ്ച്, ആടലോടകക്കെട്ട്, പുളിഞ്ഞരമ്പ് ഇവ ഓരോ കഴഞ്ച് വീതം, തുളസിയില 1 പിടി. ഇതൊക്കെ നുറുക്കി ചതച്ച് വറുത്ത് 12 കഴഞ്ച് ഇഞ്ചി ചതച്ചതും ചേർത്ത് കഷായം വെച്ച് 25 മില്ലി വീതം രാവിലെയും വൈകിട്ടും സേവിക്കുക. ആന്ത്രവായു, ഗുന്മൻ, അർശസ്, ഗ്യാസ് ട്രബിള്, അഗ്നിമാന്ദ്യം മുതലായവയെല്ലാം ശമിക്കുന്നതാണ്. 28 ഉലുവ വറുത്തു പൊടിച്ച് ഇഞ്ചിനീര് ചേർത്ത് സേവിച്ചു കഴിഞ്ഞാൽ പ്രമേഹം ശമിക്കുന്നതാണ്. 29 1 സ്പൂൺ ഉലുവ 1/2 ഗ്ലാസ് വെള്ളത്തിൽ 12 മണിക്കൂർ ഇട്ട് വെച്ചിരുന്ന് രാവിലെ ഉലുവ ചവച്ച് തിന്ന് ആ വെള്ളവും കുടിച്ചാൽ സന്ധിവേദന ശമിക്കുന്നതാണ്. 30 ഉലുവയും മുതിരയും കരിഞ്ജീരകവും വറുത്തു പൊടിച്ച് ഓരോ ടീസ്പൂൺ 1 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് 2 നേരം കുടിക്കുക. അങ്ങനെ ചെയ്താൽ നടുവേദന, കാലുവേദന, ശരീരവേദന എന്നിവ സുഖപ്പെടുന്നതാണ്. 31 സ്ത്രീകളുടെ അടിവയർ വേദനയ്ക്ക് ഉലുവ വറുത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ ശമനമുണ്ടാകുന്നതാണ്. 32 നാഗത്താളിയുടെ നീരിൽ ഉലുവ പൊടിച്ചു ചേർത്ത് കഴിച്ചാൽ പൈൽസ് സുഖപ്പെടുന്നതാണ്. 33 കാപ്പിക്കുരുവും ഉലുവയും വറുത്ത് പൊടിച്ച് അത് ചേർത്ത് വെള്ളം തിളപ്പിച്ച് കഴിക്കുന്നത് വാതരോഗങ്ങൾക്ക് നല്ല ശമനം കിട്ടും. ഉലുവ കാപ്പി എന്നാണ് അതിന് പറയാറുള്ളത്. 34 ഉലുവ വറുത്ത് പൊടിച്ച് 1 സ്പൂൺ പൊടിയിട്ട് 1.5 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് 1/2 ഗ്ലാസ്സാക്കി ചുരുക്കി ശർക്കരയും ചേർത്ത് രാവിലെ വെറും വയറ്റിൽ സേവിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ശമിക്കുന്നതാണ്. 35 ഉലുവ ഇട്ട് വെച്ചിരുന്ന വെള്ളത്തിൽ
പച്ചനെല്ലിക്ക അരച്ച് ചേർത്ത് സേവിച്ചാൽ പ്രമേഹം ശമിക്കുന്നതാണ്. 36 1 ടീസ്പൂൺ ഉലുവയും 2 തണ്ട് കറിവേപ്പിലയും 10 തുളസി ഇലയും 1 കഷ്ണം ഇഞ്ചിയും കൂടി അരച്ചുരുട്ടി രാവിലെ സേവിച്ച് കഴിഞ്ഞാൽ ഛർദിയും അതിസാരവും ശമിക്കുന്നതാണ്. 37 200 മില്ലി വേപ്പെണ്ണയിൽ 1 സ്പൂൺ ഉലുവയും 1 വെളുത്തുള്ളിയും 50 ഗ്രാം മഞ്ഞളും അരച്ച് കലക്കി കാച്ചി മണൽ പാകത്തിൽ അരിച്ച് വച്ചിരുന്ന് വ്രണങ്ങളിൽ പുരട്ടിയാൽ എത്ര പഴകിയ മുറിവും 10 ദിവസം കൊണ്ട് കരിയുന്നതാണ്. 38 ദീർഘദൂരം ഇരുചക്രവാഹനം ഓടിച്ചാൽ നടുവേദന ഉണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ ഉലുവ കഞ്ഞി വെച്ച് കുടിച്ചാൽ അത് കുറയുന്നതാണ്. 39 ഉലുവ നെയ്യിൽ വറുത്ത് ശതകുപ്പയും തേങ്ങയും ചേർത്ത് ചമ്മന്തിയാക്കി സേവിച്ച് കഴിഞ്ഞാൽ വയറുകടിയും അതിസാരവും ശമിക്കുന്നതാണ്. 40 ഉലുവ വറുത്ത് പൊടിച്ച് കൊടുത്താൽ കുട്ടികളിലെ നേത്ര വൈഷമ്യങ്ങൾക്ക് ശമനമുണ്ടാകുന്നതാണ്. 41 100 ഗ്രാം ഉലുവയും 50 ഗ്രാം ജീരകവും കൂടി പശുവിൻ തൈരിൽ അരച്ച് രാവിലെയും വൈകിട്ടും സേവിച്ചാൽ വയറുകടി ശമിക്കുന്നതാണ്. 42 ഉലുവ വറുത്ത് പൊടിച്ച് വെള്ളമൊഴിച്ച് തിളപ്പിച്ച് പകുതി വറ്റിച്ച് സേവിച്ചാൽ വയറുകടി ശമിക്കുന്നതാണ്. 43 കായം, കറുത്ത എള്ള്, ഉഴുന്ന്, ശതകുപ്പ, ഉലുവ എന്നിവ പശുവിൻ പാലിൽ പുഴുങ്ങി പറ്റിച്ചെടുത്ത് തേങ്ങാപ്പാലും ചേർത്ത് അരച്ച് ലേപനം ചെയ്ത് കഴിഞ്ഞാൽ ഭുജധാരിക അല്ലെങ്കിൽ അപബാഹുകം എന്ന വാതരോഗം ഒരാഴ്ച കൊണ്ട് ശമിക്കുന്നതാണ്. 44 ഉലുവ അരച്ച് തിളപ്പിച്ച് തണുത്ത ശേഷം ലേപനം ചെയ്താൽ പൊള്ളൽ ശമിക്കുന്നതാണ്. 45 വാതസംബന്ധമായ നീരിന് പാലിലോ തേങ്ങാപ്പാലിലോ ഉലുവ അരച്ച് വെണ്ണ കൂട്ടി തേക്കുന്നത് പുറമേ തേക്കുന്നത് നല്ലതാണ്. 46 ഉലുവ, ജീരകം, ചുക്ക് എന്നിവ ചേർത്ത് വെന്ത വെള്ളത്തിൽ വില്വാദി ഗുളിക അരച്ച് സേവിച്ചാൽ ഉദരരോഗങ്ങൾ ശമിക്കുകയും ദഹനം വർദ്ധിക്കുകയും ചെയ്യും. 47 ഉലുവ, ഇഞ്ചി, ജീരകം, കൂവളക്കായ എന്നിവ കഷായം വെച്ച് സേവിച്ച് കഴിഞ്ഞാൽ അർശസ്, ഭഗന്ധരം മുതലായവ ശമിക്കുന്നതാണ്. 48 ഉലുവ കഷായത്തിൽ തേൻ ചേർത്ത് സേവിച്ചാൽ തൊണ്ട കുത്തി ചുമയ്ക്കുന്നതും കഫക്കെട്ടും ശമിക്കുന്നതാണ്. 49 വെളിച്ചെണ്ണയിൽ ഉലുവ ചേർത്ത് കാച്ചി തലയിൽ തേക്കുന്നത് കേശരക്ഷയ്ക്ക് ഉത്തമമാണ്. മുടിക്ക് നല്ല മിനുസവും മാർദ്ദവും ഒക്കെ ഉണ്ടാകും. 50 ഉലുവ പാലിൽ പുഴുങ്ങി പഞ്ചസാര കൂട്ടി കഴിക്കുന്നതും അത് പൊടിച്ച് കാപ്പിപ്പൊടിയിൽ ചേർത്ത് തിളപ്പിച്ച് കുടിക്കുന്നതും ബലവും പുഷ്ടിയും ഉണ്ടാക്കും. ഇത് കാപ്പിയിലുള്ള കഫീൻ്റെ ദോഷത്തെ ശമിപ്പിക്കുകയും ചെയ്യും. 51 ഉലുവയും ജീരകവും സമം വറുത്തു പൊടിച്ച് ഓരോ സ്പൂൺ പൊടി ചേർത്ത് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് രക്താതിമർദ്ദത്തെ ശമിപ്പിക്കുന്നതാണ്. 52 ഉലുവയും മഞ്ഞളും ചേർത്ത് മോര് കാച്ചി കഴിച്ചാൽ ഉദരരോഗങ്ങൾ ശമിക്കും. പൊക്കിൾ വീർത്തു വരുന്ന ആംബ്ലിക്കൽ ഹെർണിയ എന്ന രോഗത്തിനും ഇത് നല്ലതാണ്. 53 ഉലുവയും എള്ളും അവിലും ചേർത്ത് കഞ്ഞി വെച്ച് രാവിലെ സേവിച്ചാൽ ശരീരപുഷ്ടിയും ബലവും വർദ്ധിക്കും. ഇത് സമോഷ്ണമാണ്, അതായത് ചൂടോ തണുപ്പോ വർദ്ധിപ്പിക്കില്ല. ഉലുവ വെന്തു വരുമ്പോൾ മറ്റുള്ളവ ചേർക്കാറാണ്, എള്ളും അവിലുമൊക്കെ ചേർക്കാറാണ് പതിവ്. 2 ആഴ്ച കൊണ്ട് തന്നെ ഫലമുണ്ടാകും. ദേഹസ്ഥിതി നോക്കി യുക്തിപൂർവ്വം തേങ്ങാപ്പാലോ നെയ്യോ ചുവന്നുള്ളി ഒക്കെ ടേസ്റ്റിന് വേണ്ടിയും ഗുണത്തിന് വേണ്ടിയൊക്കെ ചേർക്കാവുന്നതാണ്. 54 പിരീഡ് സമയത്തുള്ള വയറുവേദനയ്ക്ക് ഉലുവ നാഴിവെള്ളത്തിൽ വേവിച്ച് 2 തുടമാക്കി ഇളം ചൂടോടെ കുടിച്ചാൽ വയറുവേദന ശമിക്കുകയും ബ്ലീഡിങ് പെട്ടെന്നുണ്ടാവുകയും ചെയ്യും. 55 ഉലുവ കഷായത്തിൽ മുളങ്കർപ്പൂരം ചേർത്ത് നൽകുന്നത് വയറിളക്കത്തിലും പ്രമേഹത്തിലും നല്ലതാണ്. 56 ഉലുവയും ജീരകവും തുല്യ അളവിൽ പൊടിച്ച് പാലിൽ അല്പം പഞ്ചസാരയും കൂടി ചേർത്ത് തിളപ്പിച്ചാറ്റി രാവിലെയും വൈകിട്ടും കഴിച്ചാൽ ശരീരവേദനകൾക്ക് കുറവുണ്ടാവും. ശരീരവേദന കുറഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കരുത്. 57 10 ലിറ്റർ വെള്ളവും 50 ഗ്രാം ഉലുവയും 3 ഏലക്കയും 5 ഗ്രാമ്പുവും 3 പേരയിലയും ചേർത്ത് വെള്ളം തിളപ്പിച്ച് കഴിക്കുന്നത് ചൂടിനെയും തണുപ്പിനെയും സഹിക്കാൻ ശരീരത്തിന് ശേഷിയുണ്ടാകും. 58 ഒരു സലോ ടേപ്പിൽ, നമ്മളെ ഈ ഇലക്ട്രീഷ്യന്മാരൊക്കെ ഉപയോഗിക്കുന്ന സലോ ടേപ്പിൽ അല്ലെങ്കിൽ നമ്മൾ ഓഫീസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്,
കുറച്ച് ഉലുവ ഇട്ട് നെറ്റിയുടെ ഇരുവശത്തും ഒട്ടിച്ചു വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞാൽ തലവേദന മാറുന്നതാണ്. 59 ഉലുവ വിളയിച്ച് സേവിച്ചാൽ നടുവേദന ശമിക്കുന്നതാണ്. 60 ഉലുവ വറുത്ത് പൊടിച്ച് 5 ഗ്രാം പൊടി എടുത്ത് വെള്ളം തിളപ്പിച്ച് സേവിച്ചാൽ നെഞ്ചിലെ കഫക്കെട്ടും ചുമയും ശമിക്കുന്നതാണ്. 61 ഉലുവ ഉണങ്ങിപ്പൊടിച്ച് 5 ഗ്രാം പൊടി തേൻ ചേർത്ത് സേവിച്ചാൽ മൂത്രം പോകാതിരിക്കുന്നതും തുള്ളി തുള്ളിയായി മൂത്രം പോകുന്നതും തൊണ്ടവേദനയും തൊണ്ടയിൽ ചൊറിച്ചിലും ചുമയും ശമിക്കുന്നതാണ്. ആർത്തവ സമയത്ത് അമിത വേദനയ്ക്കും അമിത രക്തസ്രാവത്തിനും ഈ പ്രയോഗം നല്ലതാണ്. 62 5 ഗ്രാം ഉലുവാപ്പൊടി ഉപ്പ് ചേർത്ത് സേവിച്ചാൽ അജീർണം, വയറുവേദന, ഗ്യാസ് ട്രബിൾ എന്നിവ ശമിക്കുന്നതാണ്. 63 5 ഗ്രാം ഉലുവാപ്പൊടി പാലും പഞ്ചസാരയും ചേർത്ത് സേവിച്ചാൽ മുഖസൗന്ദര്യവും മുലപ്പാലും വർദ്ധിക്കുന്നതാണ്. 64 3 ഗ്രാം ഉലുവാപ്പൊടി ശർക്കര ചേർത്ത് സേവിച്ചാൽ മലബന്ധം ശമിക്കും, കരളിനും കുടലിനും അത് ഗുണം ചെയ്യും. 65 9 ഗ്രാം ഉലുവ കുതിർത്തി അരച്ച് രാവിലെയും വൈകിട്ടും സേവിച്ചാൽ മുട്ടുവേദന ശമിക്കുന്നതാണ്. 66 ഗുഹ്യരോഗങ്ങൾ കൊണ്ട് തുടയുടെ ഇടയിലുണ്ടാകുന്ന പുണ്ണുകൾ, വീക്കങ്ങൾ എന്നിവയ്ക്ക് ഉലുവ അരച്ചു പുരട്ടുന്നത് പെട്ടെന്ന് ശമനം ഉണ്ടാക്കുന്നതാണ്. കൃഷി നമ്മുടെ നാട്ടിൽ അങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ചട്ടിയിലോ പ്ലാസ്റ്റിക് ചാക്കുകളിലോ ഉലുവ വേണമെങ്കിൽ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാം. 1 കിലോ ചകിരി കമ്പോസ്റ്റും 1 കിലോ മണലും 2 കിലോ ഉണങ്ങിയ ചാണകപ്പൊടിയും ചേർത്തുണ്ടാക്കിയ മിശ്രിതത്തിന് മുകളിൽ വേണം ഉലുവ കൃഷി ചെയ്യാൻ. ഉലുവ 5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വേണം ഇത് നടാനായിട്ട്. മിശ്രിതം തയ്യാറായാൽ അതിന് മുകളിൽ ഈ കുതിർത്ത ഉലുവ വിതറാം. അത് വിതറിക്കഴിഞ്ഞാൽ നേർത്ത പാളി മണൽ അതിന് മുകളിലായിട്ട് വിതറണം. നേരിയ തോതിൽ നനവ് കൊടുക്കണം. തണലത്ത് വേണം ഇത് വയ്ക്കാനായിട്ട്. ഒരാഴ്ചയ്ക്കകം വിത്ത് മുളയ്ക്കും. മുളച്ച് 10-ാം ദിവസം മുതൽ ഉലുവയുടെ ഇല പറിച്ചെടുത്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. മോരും മീനും ചേരുന്നത് വിരുദ്ധാകാരമാണ്. എന്നാൽ മഞ്ഞളും ഉലുവയും ചേർത്ത് മീൻ മോരൊഴിച്ച് കറി വയ്ക്കുന്നത് ദോഷകരമല്ല. കാരണം മീനും മോരും കൂടി ചേരുന്ന ദോഷം മഞ്ഞളും ഉലുവയും കൂടി ഇല്ലാതാക്കും. ഇറച്ചികളിൽ പന്നി ഇറച്ചിക്ക് മാത്രമേ ഉലുവ ചേരുകയുള്ളൂ. മറ്റ് ഇറച്ചികളിൽ ഉലുവ ചേർക്കാറില്ല. നേരെ മറിച്ച് പന്നി ഇറച്ചിയിൽ മല്ലി ചേരില്ല. മല്ലിയും പന്നിയിറച്ചിയും ചേർന്നാൽ അത് വിഷാംശം ഉണ്ടായിന്ന് വരാം. പാർശ്വഫലങ്ങളെ നോക്കാം. ഗർഭിണികൾ ഉലുവ അമിതമായി ഉപയോഗിക്കുന്നത് ഗർഭമലസാനായിട്ടൊരു പക്ഷേ കാരണമായി എന്ന് വരാം. അധികം ഉപയോഗിച്ചാൽ. ഉലുവയും ഉലുവ ഇലകളും കഴിക്കുന്നത് മുലപ്പാലിനും വേർപ്പിനും മൂത്രത്തിനുമെല്ലാം ദുർഗന്ധമുണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. എല്ലാവർക്കും അതുണ്ടാവില്ല. ഇത് ആരോഗ്യകരമായ വലിയ പ്രശ്നമില്ലെങ്കിലും ഇങ്ങനെ ഒരു ദുർഗന്ധമുണ്ടായാൽ അങ്ങനെയുള്ളവർ ഉലുവ കഴിക്കുന്നത് കുറയ്ക്കുന്നതാണ് നല്ലത്. രക്തം കട്ടി കുറയ്ക്കാൻ കഴിവുള്ള ഒന്നാണ് ഉലുവ. അതിനാൽ ഹാർട്ടിന് കംപ്ലൈൻ്റ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കൊണ്ട് രക്തത്തിൻ്റെ കട്ടി കുറയ്ക്കുന്ന മരുന്ന് കഴിക്കുന്നവർ അതിനോടൊപ്പം ഉലുവയും കഴിക്കരുത്. അങ്ങനെ കഴിച്ചാൽ അമിത ബ്ലീഡിങ്ങിന് ഒരു പക്ഷേ സാധ്യത ഉണ്ടായെന്ന് വരും. ഈസ്ട്രജൻ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഒന്നാണ് ഉലുവ. അതുകൊണ്ട് തന്നെ ഹോർമോൺ പ്രശ്നം കൊണ്ട് ക്യാൻസർ ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് ഇതിൻ്റെ ഉപയോഗം ദോഷം വരുത്തിയേക്കാം. ഉലുവയിട്ട വെള്ളം വേഗത്തിൽ പ്രസവം നടക്കാൻ പഴയ കാലങ്ങളിൽ കൊടുക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗർഭകാലത്ത് ഇതിൻ്റെ ഉപയോഗം സൂക്ഷിക്കണം. മാസം തികയാതെ പ്രസവത്തിനോ ഗർഭാലസ്യത്തിനോ ഒക്കെ ഇത് കാരണമായെന്ന് വരും. ഭക്ഷണം കഴിക്കാനായിട്ട് താല്പര്യമില്ലാത്തവർ ഈ ഉലുവ അധികം കഴിക്കരുത്. കാരണം ഉലുവ പൊതുവെ വിശപ്പ് ഇല്ലാതാക്കുന്നതാണ്. ഉലുവ അമിതമായി കഴിക്കുന്നത് പ്രത്യുൽപാദനപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അമിതമായി കഴിക്കുന്നത് സാധ്യതയുണ്ടാക്കിയേക്കാം. അതുപോലെ തന്നെ അമിതമായി കഴിക്കുന്നത് ന്യൂറോ സംബന്ധമായ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ടാക്കാം. അപ്പോൾ ഉലുവ കഴിക്കുന്നത് തെറ്റില്ല, പക്ഷേ അത് അമിതമായാൽ ദോഷകരമാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. മായത്തെ നോക്കാം. കാട്ടുകിലുക്കാൻ പെട്ടിയുടെ അരി ഉലുവയിൽ മായം ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ തകരവർഗ്ഗത്തിൽപ്പെട്ട സസ്യമാണ് ഉലുവ. തകരയരിയും ഉലുവയിൽ മായമായിട്ട് കച്ചവടക്കാർ ചേർക്കാറുണ്ട്. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു. ഇതിൽ പറഞ്ഞ ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനെന്ന കാര്യം പ്രത്യേകം അറിയിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.